മനസ്സിലുള്ളത് നടപ്പാക്കാൻ ഭരണസമിതികൾ കൂടെ നിന്നതുകൊണ്ടാണ് ഇതെല്ലാം സാധ്യമായിട്ടുള്ളത്. മാറി മറിയുന്ന ഭരണ കർത്താക്കൾ ഞാൻ പറയുന്നതിന് കൃത്യമായ വില കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ കുടുംബത്തെ മറന്ന് ഇതൊന്നും കുടുംബമായി മാറുകയായിരുന്നു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും സെക്രട്ടറിയായി വിരമിക്കുന്ന VR അജിത് കുമാറിന് യാത്രയയപ്പ് നൽകി. കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച VR അജിത് കുമാറിന് യാത്രയയപ്പ് നൽകിയത്. വീട്ടിലെ കുടുംബാംഗങ്ങളോട് നമ്മൾ സഹവസിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇവിടെയായിരുന്നു വാക്കുകൾ. അതിന് ജീവനക്കാർ ബന്ധം വരുമ്പോൾ ബഹുമാനരായ ജനപ്രതിനിധികൾ വരുമ്പോൾ ആ മികവിനോടൊപ്പം നമ്മൾ ജീവിക്കുക എന്നുള്ള വലിയ കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും പഞ്ചായത്ത് ജോലിയുടെ കാര്യമില്ല. ഒരു വല്ലാത്ത പ്രതിഭയുള്ള വൈഭവമുള്ള ഒരു ജീവനക്കാരനെ അത് എന്താ പറയുന്നതിന്റെ ഊതിക്കാച്ചി എടുക്കുന്നത് പോലെ ആ ചാരത്തിന്റെ അടിയിൽ നിന്നും അതിനൊരു അഗ്നിയായി മാറ്റാനുള്ള സാഹചര്യം ഒരു പഞ്ചായത്തിൽ ചെന്നാൽ ഒരു ജീവനക്കാരൻ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ജില്ലാ ഓഫീസറായിരുന്ന സമയത്ത് ഒരുപാട് പക്ഷേ ജീവനക്കാർ മോശമാണ്. പക്ഷെ നല്ല ജീവനക്കാരാണ്, മികച്ച സെക്രട്ടറിയാണ്. പക്ഷെ ഭരണസമിതി ഒന്നിനും കൂടെ നിൽക്കുക സമയത്ത് ഉത്ഭവ ലിസ്റ്റ് കിട്ടത്തില്ല. നമുക്കൊരു നയരൂപീകരണത്തിന് കുറെ താമസം വരുന്നുണ്ട്. ഈ മികച്ച ഭരണസമിതിയും മികച്ച ജീവനക്കാരും മികച്ച സെക്രട്ടറി ആണെങ്കിൽ നാട്ടുകാർ അതിനേക്കാളും വലിയ പ്രശ്നക്കാരാണ്. നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പഞ്ചായത്താണ് ജീവനം കൊണ്ട് പോകുന്ന പഞ്ചായത്ത്. അപ്പോ ഈ വല്ലാത്ത ഒരു സാംസ്കാരിക ഔന്നത്യമുള്ള ഒരു പ്രദേശത്തെ ഒരു പഞ്ചായത്ത്, അവിടെ വിജയിച്ചു വരുന്ന കർമ്മബോധത്തിന്റെ ഉത്തുംഗത്തിൽ നിൽക്കുന്ന കുറെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, അതിനകത്ത് ഏത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, ഭരണപരമായ എന്ത് അസ്ഥിരത അക്കാര്യത്തിൽ വന്നോട്ടെ, കൂടുമാറ്റങ്ങളൊക്കെ ഇതിനകത്ത് വന്നോട്ടെ, അതിനൊക്കെ അപ്പുറം അവിടെ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട കുറെ ജനപ്രതിനിധികൾ, അതിനിടയിലേക്കാണ് ജീവനക്കാർ വന്നെത്തിച്ചേരുമ്പോൾ അതിന്റെ ഗോൾഡൻ ഇറ എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഒരുപാട് സുവർണ്ണ കാലഘട്ടമുണ്ടല്ലോ. ഇത് ചില പഞ്ചായത്തുകളെ സംബന്ധിച്ച് നമുക്കറിയാം, മികച്ച പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ആ സമിതി ഉണ്ടായിരുന്ന സമയത്ത്. മറ്റൊരു സമിതി വരുമ്പോൾ അത് 20 വർഷം പുറകിലേക്ക് പോകും ഏത് കാര്യത്തിൽ. പക്ഷേ കരവാളൂരിനെ സംബന്ധിച്ച് കൺസിസ്റ്റന്റ് ആയി ആ ഒരു മികവ് കാത്തു സൂക്ഷിച്ച ഒരു പഞ്ചായത്താണ്. പെർഫോമൻസ് പല രാഷ്ട്രീയ പ്രതിനിധികൾ വരാം, ഭരണമാറ്റങ്ങൾ വരാം, ഭൂരിപക്ഷം ഒക്കെ വരാതിരിക്കാം. അതിനിടയിൽ തന്നെ ഈ സാമൂഹ്യ ബോധത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നും ഉൾക്കാഴ്ചയോടുകൂടി ഇന്ന ഒരു ഭരണസമിതിയോടൊപ്പം അജിത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ മേന്മ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നാടിന്റെ വികസനത്തിന് ഇറങ്ങിത്തിരിക്കുക. അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാവുന്ന ആദ്യത്തെ ഒരു ഇത് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ നടത്തിയ അഴിമതിയില്ലായ്മയാണ്. ഈ പണം മേടിക്കില്ല, കൈക്കൂലി മേടിക്കില്ല എന്നുള്ളത് ഈ തമാശയുടെ കാര്യമല്ല. 27 വർഷക്കാലം ഉദ്യോഗത്തിലിരിക്കെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ 19 വർഷക്കാലയളവിൽ LD ക്ലർക്ക് മുതൽ സെക്രട്ടറി വരെയുള്ള പദവികളിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു 4-5 ദിവസം മുന്നേ അജിത്തിന്റെ റിട്ടയർമെന്റ് പരിപാടി 11 മണിക്ക് തുടങ്ങണം, സാറ് വരണമെന്ന് ഒറ്റ വാക്കി പറഞ്ഞു. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ കൃത്യസമയത്ത് വരും. 10:45 തന്നെ ഞാൻ പ്രസിഡന്റിനെ വിളിച്ചു. സാറെ 11:30 ആകുമല്ലോ, 11:20 ഞാനത് പറഞ്ഞത് അജിത്തിനെ അവസാനം പ്രസിഡന്റ് പറഞ്ഞു നിർത്തിയത് അജിത്തിന്റെ സേവനം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. എനിക്കതൊരു ചെറിയ തിരുത്തേ ഉള്ളൂ. അജിത്തിന്റെ സേവനം ഇനിയെങ്കിലും ഒരു പഞ്ചായത്തിൽ മാത്രമായി ചുരുക്കേണ്ടുന്ന ആവശ്യമില്ല. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എല്ലാ ഇടപെടലും നടത്താൻ കഴിയുന്ന, സഹായകരമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന അറിവും ശേഷിയും ധാരണയും അതിനുള്ള പ്രതിബദ്ധതയും ഉള്ള ആളാണ് അജിത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനത് വെറുതെ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. യാത്രയപ്പ് സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ അനുശോചന യോഗത്തിലും പങ്കെടുക്കുമ്പോൾ, എത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും ഏത് മോശപ്പെട്ട ജീവിതം നടത്തിയിരുന്നവരാണെങ്കിലും നമ്മൾ മലയാളികളുടെ ഒരു നിലവാരം അനുസരിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ. അങ്ങനെ പറയാം, അതാണ് അതിൻ്റെ ഒരു ശരി.
എന്നാൽ അജിത്തിനെ പറ്റി അല്ലാതെ ഒന്നും എന്റെ ഓർമ്മയില്ല. ഒരു സർക്കാർ ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മാതൃക കാട്ടിയ ഒരു ജീവനക്കാരനായിരുന്നു അജിത് കുമാർ. മാത്രമല്ല, എല്ലാവർക്കും മാതൃകയായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ഇദ്ദേഹം. പ്രിയങ്കരനായ സെക്രട്ടറി അജിത്ത്, അതിനോടൊപ്പം തന്നെയുള്ള നമ്മുടെ ഇതിന്റെ കുടുംബാംഗങ്ങൾ, ബഹുമാന്യ സഹപ്രവർത്തകരായ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, അതേപോലെ പഞ്ചായത്തിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, പ്രിയമുള്ളവർ, സാധാരണ നമ്മൾ റിട്ടയർമെന്റ് പോകുമ്പോൾ ചെറുപ്പക്കാരെ റിട്ടയർമെന്റായി പറഞ്ഞേക്കാറില്ല. റിട്ടയർമെന്റ് നമ്മൾക്ക് മനസ്സിലൊരു വ്യക്തിത്വമുണ്ട്. ആ റിട്ടയർഡാവുന്ന ആൾ എങ്ങനെ ആയിരിക്കും, പ്രായാധിക്യമൊക്കെ ഉണ്ട്, അവസരമായ എങ്ങനെയെങ്കിലും സർവീസിൽ നിന്ന് പോകത്തക്ക രീതിയിലുള്ളതായിരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് റിട്ടയർമെന്റ് മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഇത്രയും ചെറുപ്പക്കാരനായ ഒരു റിട്ടയർമെന്റായ ഒരു സെക്രട്ടറി പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ മീറ്റിംഗാണ്. ഞാൻ ഏകദേശം 95 മുതൽ ഈ പഞ്ചായത്തിലെ മെമ്പറായി തുടരുന്നത്. അതിൽ കൂടുതൽ 18 വർഷത്തോളം അജിത്ത് കൂടെ തന്നെ പഞ്ചായത്ത് അംഗമായി ഞാനും ഈ പഞ്ചായത്തിലുണ്ട്. പഞ്ചായത്തിന്റെ നിയമങ്ങൾ എന്താണെന്നും അത് ഏതെല്ലാം രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന നമ്മളെ പഠിപ്പിച്ചെന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ അജിത്ത്. നമുക്ക് സർവീസിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും, എല്ലാ ജീവനക്കാർക്കും ഉള്ള അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മുടെ അജിസാറിനെ കുറിച്ച് മുമ്പേ പറഞ്ഞവരൊക്കെ സൂചിപ്പിച്ചു. എങ്കിൽ പോലും നമുക്കറിയാവുന്നതൊക്കെ ഏതാണ്ട് 27 വർഷം ഈ സർവീസിലെ സുഖകരമായ സേവനം അനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം സർവീസിൽ നിന്ന് പണിയിറങ്ങുന്നത്. അതെനിക്ക് തോന്നുന്നത് ഏതാണ്ട് 18 വർഷവും നമ്മുടെ കരവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ മുമ്പേ ഷായി സാറിനോട് സൂചിപ്പിച്ച മാതിരി രാത്രിയിലൊക്കെ 12 മണിക്കും ഇതിന് മുകളിൽ ലൈറ്റ് കാണുമ്പോഴൊക്കെ ഞാനൊക്കെ എപ്പോഴും വീട്ടിൽ നിന്ന് കാണുമ്പോഴും ഇത് കാണാം. അപ്പൊ തീർച്ചയായിട്ടും ഐസാറും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്റ്റാഫുകളും പ്രത്യേകിച്ച് മാർച്ച് മാസങ്ങളിലും ഫെബ്രുവരി മാസങ്ങളിലേക്ക് പ്രോജക്ട് തയ്യാറാക്കുന്നതിൽ വളരെയധികം ബന്ധപ്പെട്ടും രാത്രിയിലും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ജീവനക്കാരിൽ ഒരാളാണ് അദ്ദേഹം. ഇപ്പൊ നമുക്ക് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏത് മേഖലയിൽ ചെന്നാലും കരവള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് അവർ കൂടുതൽ അറിയാവുന്നത്. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ബ്ലോക്ക് സെക്രട്ടറിയെക്കാളും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ അറിയപ്പെടുന്നതും എല്ലാ കാര്യങ്ങൾക്കും ഏത് സംശയവും ചോദിക്കാവുന്ന, എപ്പോഴും ചോദിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ഐസാറിന്റെ. കരവാളൂർ പഞ്ചായത്തിലെ പദ്ധതി നിർവഹണം പൂർത്തീകരിക്കുന്നതുവരെയുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൂടിയായിരുന്നു അദ്ദേഹം. നിന്ന് ഗുണഭോക്തൃ ലിസ്റ്റും മറ്റു കാര്യങ്ങളും അനുമതി എല്ലാം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നതിന് കഴിയുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അജിസാറിനെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല, പക്ഷേ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സമയത്താണ് സാറുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നതും അതിന് ഈ ഗുണഭോക്തൃ ലിസ്റ്റ് കിട്ടുന്നതിനായാലും എന്ത് കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടണോ പെട്ടെന്ന് തന്നെ അജിസാറിന് ഏത് സമയമൊന്നുമില്ല, രാത്രിയായാലും പകലായാലും എപ്പോൾ വിളിച്ചാലും ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കൃത്യമായിട്ട് അജിസാറ് നമുക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി തരും. ഗുണഭോക്തൃ ലിസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കരവാളൂർ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരെയും വിളിച്ച് അവരെല്ലാം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗുണഭോക്തൃ ലിസ്റ്റൊക്കെ എത്തിച്ചു തരുന്നതിനൊക്കെ ഉള്ള ഒരു നല്ലൊരു ഇടപെടൽ തന്നെയാണ് സാർ നടത്തിയിട്ടുള്ളത്. പിന്നെ പ്രസിഡന്റ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് നല്ലൊരു സെക്രട്ടറിയാണ് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് പോകുന്നത്, ഇനി അതുപോലെ സെക്രട്ടറിയെ കിട്ടാൻ പാടാണ് എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത്. എന്തായാലും ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് റിട്ടയർമെന്റ് അനിവാര്യ ഘടകം തന്നെയാണ്. പക്ഷേ സാറിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിന്ന് ഔദ്യോഗികമായിട്ട് മാത്രമേ സാറ് വിരമിക്കുന്നുള്ളൂ. മറ്റുള്ള പഞ്ചായത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളും എല്ലാം സാർ ഇപ്പോൾ തന്നെ എന്തുകൊണ്ട് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് ഒരു നല്ലൊരു വീട്ടിൽ ഒതുക്കിക്കൂടാതെ നല്ലൊരു സാമൂഹിക പ്രവർത്തകനായിട്ട് ഈ മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ മനസ്സ്
വീണ്ടും അത് കുറച്ചുകൂടി സ്വന്തമായി വളർത്തിക്കൊണ്ട് പോയി നാട്ടിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുന്നത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇദ്ദേഹത്തിന്റെ കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഫലവും കൂടിയാണ് കരവാളൂർ പഞ്ചായത്തിനെ പദ്ധതി നിർവഹണത്തിൽ 3ാം സ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ചത്. നമുക്കറിയാം, 28 വർഷം സർക്കാർ ജീവനക്കാരനായി പ്രവർത്തിച്ചു. അതിനിടെയുള്ള കാലഘട്ടത്തിൽ മന്ത്രിയുടെ ഏതാണ്ട് പി ജെ ജോസഫ് സാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിക്കാൻ അജിത് സാറിന് കഴിഞ്ഞു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പം വിനോബ് സാറിനോടിരിക്കും. അദ്ദേഹം ഇവിടെ വരാനുള്ള കാരണവും അജിത് സാറുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധമാണ്. അദ്ദേഹം എന്നും സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഉദ്യോഗസ്ഥരാവട്ടെ, ജനപ്രതിനിധികളാകട്ടെ, മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാകട്ടെ, എല്ലാവരുമായി നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ അജിത് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറയാം. അഴിമതിയുടെ കാര്യത്തിൽ ഈ അഴിമതി തൊടാത്ത ഒരു മനുഷ്യൻ, അഴിമതി തന്റെ ഓഫീസിൽ ഉണ്ടാവരുത് എന്ന നിർബന്ധമുള്ള ഒരു സെക്രട്ടറി, അത്തരം രീതിയിൽ പ്രവർത്തിച്ച് വളരെ മെച്ചപ്പെട്ട ഒരു സേവനം ഈ പഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗൃഹനാഥന്റെ സ്ഥാനത്ത് നിന്ന് ജീവനക്കാരെയും ജനപ്രതിനിധികളെയും ഒരേ കുടക്കീഴിൽ നിർത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് അജിത്ത് സാറെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ യാത്രയപ്പ് ചടങ്ങിൽ പറഞ്ഞു. ഭാഗത്തു നിന്നുള്ള അപാകതകൾ ചൂണ്ടിക്കാട്ടി ഈ പഞ്ചായത്തിനെ നല്ലൊരു പഞ്ചായത്താക്കി മാറ്റിയെടുക്കുന്നതിന് ഇതൊരുപക്ഷെ കൊല്ലം ജില്ലയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ജീവനക്കാർക്കും കരവാളൂർ പഞ്ചായത്തിനെ കുറിച്ച് യാതൊരു കുറ്റവും പരിഭവവും ഇല്ലാതെ ജീവനക്കാർക്കെല്ലാം വളരെ സന്തോഷകരമായ രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്താണ് കരവാളൂർ പഞ്ചായത്ത്. അതിന്റെ ഏറ്റവും ഒരു പ്രധാന കാരണമെന്ന് പറയാൻ ഇവിടുത്തെ കുടുംബനാഥൻ എന്ന് പറയാവുന്ന നമ്മുടെ സെക്രട്ടറിയുടെ ഇടപെടലും പ്രവർത്തനങ്ങളും മൂലമായിരിക്കാനാണ് അതിന്റെ സാധ്യത. അപ്പൊ എന്ത് തന്നെയായാലും ഈ 19 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ സേവനം അനുഷ്ഠിക്കുകയും ഒരു ജീവനക്കാരന് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എല്ലാവിധ ഇപ്പം നമ്മുടെ ജനകീയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കുടുംബശ്രീ പ്രസ്ഥാനം മുതൽ ഇപ്പോഴും ഹരിതകർമ്മ സേന വരെ കുറേയധികം ഘടക സ്ഥാപനങ്ങളും അതിന്റെ ആളുകളും ജോലി ചെയ്യുന്ന ഒട്ടനവധി സ്ത്രീകളും അതുപോലെ നമ്മുടെ നാടിനെ പ്രതിനിധീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇടയ്ക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു ഇടപെടൽ നടത്തുകയും ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ കുറ്റമറ്റതാക്കി നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാറിന്റെ ഒരു പ്രവർത്തനം വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിവിടെ കഴിഞ്ഞ 2-3 തവണ മീറ്റിംഗ് ഒക്കെ പറയുണ്ടായി. സാർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഇന്ന് പടിയിറങ്ങുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ പ്രദേശത്ത് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന അദ്ദേഹം ഇതുവരെയും സാറിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് ഓഫീസും ഇവിടുത്തെ കാര്യങ്ങളുമായിരുന്നു. തുടർന്നും ആ ഒരു സേവനം നമ്മുടെ പഞ്ചായത്തിന് കിട്ടുന്ന രീതിയിൽ ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും സാറ് മാറി നിന്നുകൊണ്ടാണെങ്കിൽ പോലും നമുക്ക് കിട്ടേണ്ടുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പദ്ധതി രൂപീകരണത്തിലൊക്കെ ഒരു ഇടപെടലും ഒക്കെ വേണ്ടുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ സാറിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും അത് ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം ഞാനത് സാറിനോട് പറഞ്ഞു കഴിഞ്ഞു. ഒന്നുമില്ലെങ്കിൽ ഈ ഭരണസമിതിയുടെ കാലത്തെങ്കിലും സാർ ഞങ്ങളോടൊപ്പം ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസവും എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പദ്ധതി നിർവഹണത്തിൽ കൊല്ലം ജില്ലയിൽ ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യമാണ് 3ാം സ്ഥാനം നമ്മൾക്ക് കരവാളൂർ ഗ്രാമപഞ്ചായത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. മറ്റ് ചില അതായത് ചടങ്ങിനോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ VR അജിത് കുമാറിനെ പൊന്നാടയണിയിച്ച് മൊമന്റോയും നൽകി ആദരിച്ചു.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി സ്വാഗതം ആശംസിച്ചു. നികുതി പിരിവ് 100% വരെ എത്തിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരോടൊപ്പം അഹോരാത്രം പണിപ്പെട്ട പ്രിയപ്പെട്ട അജിത് സാറിനെ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ യാത്രയിൽ പോയത്. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, സാറിൻ്റെ നാട്ടിലെ പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് ഈ പഞ്ചായത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ സാറ് നമ്മളെ സഹായിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. സാറിനുള്ള മനസ്സും ഉണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിനുൻ വാഹിദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ, ജീവനക്കാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ഗോപി, ലക്ഷ്മി ജി എസ്, ബിന്ദു, വാർഡ് മെമ്പർമാരായ എ ചെല്ലപ്പൻ, നൈസിൽ ശരത്, ജിഷ മുരളി, ബിന്ദു എസ്, ലിസി ഷിബു, പി പ്രകാശ് കുമാർ, പ്രദീപ്, ലതിക, മുഹമ്മദ് അൻസാരി, ജോസഫ് മാത്യു, പഞ്ചായത്ത് ജീവനക്കാർ, സെക്രട്ടറിയായി വിരമിക്കുന്ന അജിത് കുമാറിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വീട്ടിൽ പറയുന്നത് എന്റെ ആദ്യ ഭാര്യ പഞ്ചായത്താണെന്നാണ്. ആ അർത്ഥത്തിൽ അത് ഒരുതരം ക്രൈസായി മാറിയായിരുന്നു. കാരണം ജനാധിപത്യമാണ്, ഔദ്യോഗിക രീതിയിലല്ലാതെ തന്നെ താഴെ തട്ടിൽ നിന്ന് വരേണ്ടുന്ന കാര്യങ്ങളാണ് എന്നുള്ളതെല്ലാം യാഥാർത്ഥ്യം. കൃത്യമായ ആശയങ്ങൾ ഇന്നത് നല്ലതാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ഭരണസമിതികൾ തന്നെയാണ് ഈ പറയുന്ന നേട്ടങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളത്. ഞാൻ അതിനൊരു ഉപകരണമോ നിയോഗമോ മാത്രമേ ആയിട്ടുള്ളൂ. ആദ്യം സർക്കാർ സർവീസിൽ ജോലി കിട്ടുന്നത് ടൂറിസം വകുപ്പിൽ ടൂറിസം ജീവനക്കാരനായി ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറിന്റെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിലാണ്. 10 മാസത്തോളം അവിടെ 12 മാസം അവിടെ ജോലി ചെയ്തു. 12ാമത്തെ മാസമാണ് ജനകീയാസൂത്രണത്തിന്റെ ക്ലർക്കായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പഴയകണ്ണമൽ ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്യുന്നത്. അതിന് തൊട്ടുമുതിർന്ന അധ്യാപകനായിരുന്നു. ഈ പറയുന്ന രീതിയിൽ പോകുമ്പോഴും നിയമപരമൊന്നും അല്ലായിരുന്നു എന്നുണ്ടെങ്കിലും ട്യൂഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കളയാൻ പറ്റുമായിട്ടില്ല. ഈ കിളിമാനൂരിൽ ജോലി ചെയ്തിരുന്ന കാലത്തും 9:15 പുനലൂരിൽ നിന്നൊരു ബസ്സുണ്ട്, ഒരു സൂപ്പർ ഫാസ്റ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ 9:10 വരെ പഠിപ്പിച്ചിട്ട് അവിടെ നിന്നൊരു ഓട്ടോയിൽ ഈ ബസ്സിൽ കയറി കൃത്യം 10 മണിക്ക് മുമ്പ് തന്നെ ബസ് സ്റ്റാൻഡിനടുത്താണ് ഓഫീസ്, അവിടെ ഓടിക്കുക. ഈ പറയുന്ന രീതിയിൽ ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് അവിടുത്തെ പ്രവർത്തനത്തിന്റെ ഒരു മികവ് കൊണ്ടോ എന്തുകൊണ്ടോ എന്നറിയില്ല, അവിടെ തന്നെ ഇല്ലാത്ത തസ്തിക, അതായത് അവിടെ യൂഡി ക്ലർക്ക് തസ്തിക ഇല്ലാഞ്ഞിട്ട് തന്നെ എന്നെ അവിടെ നിയമിച്ചു. അത് കഴിഞ്ഞ് അലയമണിയിലേക്ക്, അലയമണിയിൽ ഏതാണ്ട് 1.5 കൊല്ലത്തോളം ഇരിക്കുന്ന സമയത്താണ് വിവാഹം. ആ വിവാഹം കഴിഞ്ഞ സമയത്താണ് എന്നെ കരവാളൂരിലേക്ക് ക്ഷണിക്കുന്നത്. ശ്രീ പി പ്രകാശ് കുമാർ അവർ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് കാർത്തിക സാറിനോടൊപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അന്നത്തെ കാലത്ത് ഭാര്യ മാളയിലാണ് ജോലി ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഭാര്യ ഭർത്താവ് ഒക്കെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നാൽ അങ്ങോട്ടേക്കാണ് സ്ഥലമാറ്റം കഴിച്ച് പോകേണ്ടി വരും എന്ന കരുതലിൽ പ്രകാശനോട് പറഞ്ഞ് ഞാൻ ഇപ്പം ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കുന്നില്ല. പക്ഷെ സംഭവിച്ചെന്തെന്ന് ചോദിച്ചാൽ ഉത്തരവ് വന്നപ്പോ എന്നെ കണ്ണടക്കി മാറ്റിയിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു നിലപാടിന്റെ പ്രശ്നമാണ്. പുല്ലാഞ്ഞിയോട്ട് 3 മീറ്റർ വേണ്ടിടത്ത് 2.5 മീറ്റർ മാത്രം ഉള്ള ഒരു കെട്ടിടത്തിന് നമ്പർ കൊടുക്കണം. അതിന്റെ സെക്ഷൻ ക്ലർക്ക് ഞാനാണ്, കൊടുക്കാൻ പറ്റില്ല എന്ന് എഴുതി കൊടുത്തു എന്നുള്ളത് കൊണ്ട് ജനപ്രതിനിധി പോലും അല്ലാത്ത ഒരാൾ സ്വാധീനം ചെലുത്തി യഥാർത്ഥത്തിൽ ചെയ്ത കൂട്ടത്തിൽ വന്ന സ്ഥലമായിട്ടാണ്. അവിടെ പക്ഷേ 21 ദിവസം മാത്രമേ ഇരുന്നുള്ളൂ. അന്ന് എഴുതി കൊടുത്തവർ തന്നെ തിരികെ എഴുതി കൊടുത്തത്, എഴുതി കൊടുത്ത രാഷ്ട്രീയ നേതൃത്വം തന്നെ തിരികെ എഴുതി കൊടുത്തത്. കരവാളൂരിൽ നിന്നും റിപ്പോർട്ടർ മമാമി എസ്. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ.
2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.